Hi, good morning. So you have to find a shortest spanning tree in the given graph using Prim's algorithm. Prim's algorithm യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഗ്രാഫിൽ ഒരു ഷോർട്ടസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം. അതായത് എല്ലാ വെർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ട്രീ ആണ്. ഇതിൻ്റെ സബ് ഗ്രാഫായിട്ട് വരുന്ന ഒരു ട്രീ ആണ് നമുക്ക് സ്പാനിങ് ട്രീ എന്ന് പറയാം. പിന്നെ ഷോർട്ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം വെയ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇതിന് ഓരോ എഡ്ജിനും ഇവിടെ വെയിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി വിൽ കൺസ്ട്രക്ട് ആൻ എൻ ബൈ എൻ ടേബിൾ. അതായത് എൻ വെർട്ടീസസ് ഉണ്ട്, എൻ ബൈ എൻ ടേബിൾ. ഇവിടെ ABCDEFG 7 വെർട്ടീസസ് ഉണ്ട്. അപ്പോൾ ഈ 7 വെർട്ടീസസ് 7x7 രീതിയിൽ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെർട്ടീസസ് ഇവിടെ ഡിനോട്ട് ചെയ്തു. അതുപോലെ തന്നെ വെർട്ടീസസ് കോളം വൈസും റോ വൈസും എഴുതി. ഇത് നമ്മൾ ഓരോ എൻട്രിയും കൊടുക്കുമ്പോൾ ആ എൻട്രി ഇങ്ങനെയാണ്. A to A നമുക്ക് ഈ എൻട്രി ഫില്ല് ചെയ്യണം. A to A മീൻസ് എ ലൂപ്പ്, ഒരു എഡ്ജ് ഫ്രം A to A. സോ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് എ ലൂപ്പ് ഹിയർ. നമുക്കൊരു ലൂപ്പ് ആവശ്യമില്ല. അതുകൊണ്ട് അതെപ്പോഴും ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. നമ്മളവിടെ ഒരു വരയിട്ടാൽ മതി. അപ്പോൾ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സിനും അത് തന്നെയായിരിക്കും. A to A നോ എഡ്ജ് ഓർ നോ ലൂപ്പ്, സോ യു വിൽ ഫിൽ ഇറ്റ് വിത്ത് എ ബ്ലാങ്ക്. B to B ആണെങ്കിലും അതുപോലെ തന്നെ വരും. ഇനി ബാക്കി എൻട്രീസ് ഫില്ല് ചെയ്യുമ്പോൾ A to B, എയിൽ നിന്നും ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു എഡ്ജ് ഇല്ലെങ്കിൽ നമ്മളോട് ഇൻഫിനിറ്റി എന്ന് പറയുന്ന എൻട്രിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന എൻട്രിയാണ് കൊടുക്കേണ്ടത്. എയിൽ നിന്നും ബിയിലേക്ക് എഡ്ജ് ഇല്ല. A to C, എയിൽ നിന്നും സിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജിൻ്റെ വെയിറ്റ് 7 ആണ്. സോ 7 എന്ന് മാർക്ക് ചെയ്യുന്നു. എയിൽ നിന്നും ഡിയിലേക്ക് 5. A to E നോ എഡ്ജ്, സോ വി വിൽ പുട്ട് ആൻ ഇൻഫിനിറ്റി. A to F we have no edge, so put infinity. A to G we have no edge, so we put infinity. So this is the form through which we construct the table. So if there is no edge between two vertices, we will put an infinity over there and all the other entries with the corresponding weights. ബാക്കി എൻട്രീസിൻ്റെ വെയ്റ്റ്സ് അവിടെ അസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു വെർട്ടെക്സിൽ നിന്നും ആ വെർട്ടെക്സിലേക്ക് തന്നെ ഉള്ളിടത്ത് 0 ഇടാൻ പാടില്ല. അവിടെ നമുക്കൊരു ലൈൻ ഇട്ടാൽ മതി, ഒരു ഹൈഫൻ ഇട്ടാൽ മതി. ഓക്കെ, now we will try to fill the second row. B to A no edge, so it is infinity. Then B to B is hyphen. B to C we have an edge with a weight 8. B to D no edge. B to E an edge with a weight 5. B to F no edge. B to G no edge. Okay, now I have completed the table. ഞാൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പോലെ എഡ്ജസ് ഇല്ലാത്തടത്ത് ഇൻഫിനിറ്റിയും ഉള്ളയിടത്ത് കറസ്പോണ്ടിങ് വെയ്റ്റ്സും ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് നോക്കാം, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ ഹൈഫൻ ഇടും. ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ ഇതൊരു സിമെട്രിക് ആയിരിക്കും. അതായത് ഈച്ച് റോ വിൽ ബി ഈക്വൽ ടു ഈച്ച് കോളം ആയിരിക്കും. ഇൻഫിനിറ്റി 7 5 ഇൻഫിനിറ്റി. ഫസ്റ്റ് റോ വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് കോളം. ഇൻഫിനിറ്റി 7 5 ഇൻഫിനിറ്റി. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആഫ്റ്റർ കൺസ്ട്രക്ടിങ് ദ ടേബിൾ യു ക്യാൻ ചെക്ക് വെദർ യുവർ ടേബിൾ ഈസ് കറക്റ്റ് ഔട്ട് നോട്ട് ബൈ ചെക്കിംഗ് വെദർ എ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ കോളംസും റോസും കറസ്പോണ്ടിങ് കോളംസ് ആൻഡ് റോസ് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ വി ഹാവ് ഫോംഡ് ദ ടേബിൾ. നൗ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓർ ഫസ്റ്റ് വെർട്ടെക്സ്. ഫസ്റ്റ് വെർട്ടെക്സ് നമ്മൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് വെർട്ടെക്സ് A. ഇനി ഫസ്റ്റ് വെർട്ടെക്സ് എയിൽ നിന്നും നമുക്ക് ആ ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കാം. സോ ദ മിനിമം വാല്യൂ ഈസ് 5. സോ ലെറ്റ് us റൗണ്ട് ഇറ്റ്. അത് എയിൽ നിന്നും ഡിയിലേക്കുള്ള എഡ്ജാണ്. അതിൻ്റെ മിനിമം വാല്യൂ 5 ആണ്. സോ ദ ഫസ്റ്റ് റോ വി വിൽ ടേക്ക് ദ minimum entry or minimum weight which is 5, and that is from A to D. So we will draw the we will select the edge from A to D which is of weight 5. Okay, so the first edge is chosen. And now ഇനി ഫസ്റ്റ് എഡ്ജ് ചൂസ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന വെർട്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എയും ഡിയും. അപ്പോൾ ഡിയുടെ റോ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയുടെയും ഡിയുടെയും 2 റോസും കൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എയുടെ റോ മാത്രം ചെക്ക് ചെയ്ത് മിനിമം എൻട്രി എടുത്തു. അപ്പം എയും ഡിയും സെലക്ട് ചെയ്തു, ആ എഡ്ജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി അടുത്ത എഡ്ജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ റോയും ഡിയുടെ റോയും ഒരുമിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ രണ്ടിലും വരുന്ന മിനിമം വാല്യൂസ്
പ്രൊവൈഡഡ് നമ്മൾ ചൂസ് ചെയ്യാത്ത ഒരു പുതിയ വെർട്ടെക്സിലേക്കുള്ള എഡ്ജാണ് നമുക്ക് വേണ്ടത്. അതും കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അതായത് ഡിയിൽ നോക്കുക, ഡിയിൽ നമുക്ക് ഇനി ഒരു എൻട്രി ഉണ്ട്, അത് എയിലേക്ക് തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ട് അത് നമുക്കിനി ആവശ്യമില്ല. പിന്നീടുള്ള മിനിമം എൻട്രി ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 6 എന്ന് പറയുന്ന എൻട്രിയാണ് അടുത്ത മിനിമം എൻട്രി. ആ 6 വിൽ കറസ്പോണ്ട് ടു ദ വെർട്ടെക്സ് എഫ്. അപ്പം നമ്മൾ അടുത്തത് ചൂസ് ചെയ്യേണ്ട വെർട്ടെക്സ് എഫ് ആണ്. അതായത് ഈ 2 റോയിലെ മിനിമം വാല്യൂ, ഇനി വരുന്ന മിനിമം വാല്യൂ 6 ആണ്. അപ്പോൾ ആ 6 എഫിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഡിയിൽ നിന്നും എഫിലേക്കാണ് അടുത്ത എഡ്ജ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെയിറ്റ് 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത വെർട്ടിസസ് എ ഡി എഫ് ആണ്. ഇനി നമുക്ക് വേണ്ടത് എ ഡി ആൻഡ് എഫ്, ഈ 3 റോയിലെയും മിനിമം വാല്യൂ ആണ് ഇനി ചൂസ് ചെയ്യേണ്ടത്. പ്രൊവൈഡഡ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത വെർട്ടെക്സ് ഇനി ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 3 റോയിൽ നോക്കിയാൽ ഇവിടെ 7 ആണ് മിനിമം. ഇതിൽ ഇനി നമുക്ക് 5 ഓൾറെഡി എടുത്ത എ എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്, എഫ് ഓൾറെഡി ചൂസ് ആണ്. അപ്പോൾ 5 ഇവിടുത്തെ 5ഉം 6ഉം നമ്മൾ ഓൾറെഡി എടുത്തതാണ്, നമുക്കിനി അത് വേണ്ട. പിന്നെ നമുക്ക് വരുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 6 ഉണ്ട്, 8 ഉണ്ട്, 11 ഉണ്ട്. പക്ഷേ 6 ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തതാണ്, എഫ് ഡി എന്ന് പറയുന്ന വെയിറ്റ് ചൂസ് ചെയ്തതാണ്. പിന്നെയുള്ള മിനിമം 8 ആണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് മിനിമം വരുന്നത് 7 എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലേ. 8, 6, 5, 7, 5ഉം 6ഉം ഓൾറെഡി ചൂസ് ചെയ്തതാണ്. പിന്നെ നമുക്കിനി വരുന്ന മിനിമം വാല്യൂ 7 ആണ്. ആ 7 എന്ന് പറയുന്ന ഒരു പുതിയ വെർട്ടെക്സിലേക്കാണ്. ആ പുതിയ വെർട്ടെക്സ് സി ആണ്. അതായത് എ ടു സി എന്ന് പറയുന്ന എഡ്ജാണ് വിത്ത് വെയിറ്റ് 7. അപ്പോൾ എയിൽ നിന്നും സിയിലേക്കുള്ള 7 എന്നുള്ള എഡ്ജ്, 7 വെയിറ്റ് ഉള്ള എയിൽ നിന്നും സിയിലേക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഗ്രാഫ് വരയ്ക്കാം. വെർട്ടെക്സ് ഇതേ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എയിൽ നിന്നും സിയിലേക്ക് നമുക്ക് 7. Okay, each time we will select a new vertex with a minimum weight among all the vertices already chosen. അപ്പം ഓൾറെഡി ചൂസ് ചെയ്ത എല്ലാ വെർട്ടെക്സിൽ നിന്നും പുതിയൊരു വെർട്ടെക്സിലേക്കുള്ള മിനിമം വെയ്റ്റഡ് ആയിട്ടുള്ള എഡ്ജാണ് ചൂസ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന എഡ്ജിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എ സി ഡി എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എ ഡി എഫിൻ്റെ റോസാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ വെർട്ടെക്സ് സി ആണ്. അപ്പോൾ സിയുടെ റോയും കൂടെ ഇനി ചെക്ക് ചെയ്യുക. ഇതിനൊപ്പം തന്നെ ഈച്ച് ടൈം യു ഹാവ് ടു വെരിഫൈ എവറി റോസ് വിത്ത് ദ മിനിമം വാല്യൂ ഓഫ് ദ എഡ്ജ് ടു ദ വെർട്ടെക്സ് വിച്ച് ഇസ് നോട്ട് ഓൾറെഡി ഹാവ് ബീൻ ചൂസൺ. പുതിയൊരു വെർട്ടെക്സിലേക്കുള്ള മിനിമം വെയിറ്റ് ഈ 4 റോയിലും ഏതാണോ വരുന്നത് അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിനി നോക്കിയാൽ ഇവിടെ നമുക്കൊരു 7 ഉണ്ട്. ഓക്കെ, സി ടു ഇ എന്ന് പറയുന്ന ഒരു 7 ആണ്. പിന്നെ ഈ എഫ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ വന്ന ഈ ഒരു ഇതിനകത്ത് 7 ആണ് മിനിമം വരിക. അത് സിയിൽ നിന്നും ഇയിലേക്കാണ്. വേറെ മിനിമം വാല്യൂ ഒന്നും നമുക്കിവിടെ നമ്മൾ ചൂസ് ചെയ്ത 1 2 3 4 4 റോയിലും വെച്ച് നോക്കുമ്പോൾ ഈ 7 ആണ് ഇനി മിനിമം. ആ 7 എന്ന് പറയുന്നത് ഇയിലേക്കുള്ള എഡ്ജാണ്. അത് പുതിയൊരു വെർട്ടെക്സിലേക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്കതിവിടെ ചൂസ് ചെയ്യാം 7. ബാക്കി നമ്മൾ കാണുന്ന മിനിമം വാല്യൂസൊക്കെ ഓൾറെഡി ചൂസ് ചെയ്ത വെർട്ടെക്സിലേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നില്ല. ഓരോ പ്രാവശ്യം പുതിയ വെർട്ടെക്സിലേക്ക്, ഇ എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് സിയിൽ നിന്നും ഇയിലേക്ക് ഒരു 7 എന്ന് പറയുന്ന വെയിറ്റഡ് എഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സിയിൽ നിന്നും ഇയിലേക്ക്, സോ ലെറ്റ് us draw സി ടു ഇ വിത്ത് എ വെയിറ്റ് 7. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇപ്പോൾ നമ്മൾ 1 2 3 4 5 നമുക്ക് ഓൾറെഡി നമ്മൾ 5 വെർട്ടെക്സ് ചൂസ് ചെയ്തു. ഇനി 2 വെർട്ടെക്സും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്തത് ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. അപ്പോൾ ആ റോയും കൂടെ ഇനി നോക്കണം. അതായത് ഇപ്പോൾ ഈ 5 വെർട്ടെക്സിൻ്റെയും റോയിൽ നിന്നും മിനിമം വാല്യൂ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത വെർട്ടെക്സ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മിനിമം 8 ഉണ്ട്, സി ടു ബി. അതിലും മിനിമം വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് മിനിമം വാല്യൂ 9 15, ഇവിടുത്തെ മിനിമം വാല്യൂ 5 ആണ് അല്ലേ. അത് ഇ ടു ബി ആണ്. ഇ ടു ബി നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യാത്തതായതുകൊണ്ട് ഇ ടു ബി എന്ന് പറഞ്ഞാൽ ഈ 5 ആണ് ഈ എല്ലാ റോയിലും വെച്ചുള്ള മിനിമം വാല്യൂ. അല്ലെങ്കിൽ ബി ടു ഇ അത് ഇവിടെയും കിടപ്പുണ്ട്. ഇല്ല, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത റോസിൽ നിന്ന് എടുക്കുക. അതായത് ഇ ടു ബിയിൽ നിന്നും നമുക്ക് ഈ 5 എന്ന് പറയുന്ന മിനിമം വാല്യൂ എടുക്കാം. ഓക്കെ, ഇ ടു ബി അതൊരു ന്യൂ വെർട്ടെക്സ് ആണ്. അതിൻ്റെ വെയിറ്റ് 5 ആണ്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും നമ്മൾ മിനിമം വെയിറ്റ് എടുക്കുമ്പോൾ ഓൾറെഡി ചൂസ് ചെയ്ത വെർട്ടെക്സ് ഒരിക്കലും ഒന്നുകൂടെ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ മിനിമം വാല്യൂ എടുക്കുമ്പോൾ അത് ഓൾറെഡി എടുത്ത വെർട്ടെക്സ് ആണെങ്കിൽ നിങ്ങളത് അടുത്ത പുതിയ വെർട്ടെക്സിലേക്കുള്ള റോസ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോളം മാത്രം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് നമുക്ക് ഇയിൽ നിന്ന് ബിയിലേക്ക് ഇയുടെ ഇനി നമുക്ക് ബിയും എഫും ജിയും ആണ് കിട്ടാനുള്ളത്, ബിയും ജിയും മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ അതിലെ മിനിമം വാല്യൂ എടുക്കേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് വീണ്ടും, അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ബി ആണ്. അപ്പോൾ ബിയും കൂടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 1 2 3 4 5 6 റോസും നമ്മൾ സെലക്ട് ചെയ്തു, 6 വെർട്ടീസസ് സെലക്ട് ചെയ്തു. ഇനി ഒരു വെർട്ടെക്സിലേക്കും കൂടെ ഉള്ള മിനിമം വാല്യൂ നോക്കിയാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ജിയുടെ കോളത്തിൽ മിനിമം വരുന്നത് ഏതാണെന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഈ അൽഗോരിതം അനുസരിച്ച് പോയാലും നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ഇനി ജി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് മാത്രം മതിയല്ലോ. അപ്പോൾ ആ ജി എന്ന് പറയുന്ന കോളത്തിലേക്കുള്ള മിനിമം വാല്യൂ ഓരോ റോയും നോക്കുക. അതിൽ ജി എന്ന് പറയുന്ന കോളത്തിലുള്ള മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ 9 ആണ്. അത് ജിയിൽ നിന്നും ഇയിലേക്കാണ്. ഓക്കെ, അപ്പം ഇ ടു ജി ആണ് അത് വരിക. അതിൻ്റെ മിനിമം വാല്യൂ 9 ആണ്. ഓക്കെ, സോ ഇപ്പം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മുടെ പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ വെൻ വി സെലക്ട് ഓൾ ദ വെർട്ടീസസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 7 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ 6 എഡ്ജ് ആകുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. 1 2 3 4 5 6 എഡ്ജ് ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. അല്ലെങ്കിൽ എല്ലാ വെർട്ടീസസും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി എടുത്ത വെർട്ടെക്സ് വീണ്ടും സെലക്ട് ചെയ്യാതെ പുതിയ വെർട്ടെക്സിലേക്കുള്ള മിനിമം വെയിറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. സൈക്കിൾസ് ഫോം ചെയ്യാതിരിക്കുക. എല്ലാ വെർട്ടീസസും നമുക്കവിടെ ആവശ്യമുണ്ട്. എല്ലാ വെർട്ടീസസിലേക്കുമുള്ള മിനിമം വെയിറ്റഡ് എഡ്ജസ് ആണ് നമ്മൾ ഈ പ്രിംസ് അൽഗോരിതം വെച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മിനിമം വെയിറ്റ് ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. 5 + 6 + 7 + 7 + 5 + 9. ഓക്കെ, 1 2 3 4 5 6 എഡ്ജസ് ആണ്. 6 എഡ്ജസിൻ്റെ വെയിറ്റ് 39. So the minimum weighted of the spanning tree is 39 with the corresponding figure. Okay, so you can go through Prim's algorithm. This is how we solve the algorithm. Thank you.